നമസ്കാരം. ഇന്നലെ രാത്രി ഒരു മെസ്സേജ് കിട്ടി. ഒരു അസാധാരണ മെസ്സേജ്. അതായത് ഞങ്ങൾ ഡിജിറ്റലൈസേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് ആപ്പ് വർക്ക് ചെയ്യുന്നില്ല. അതായത് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കരുത് അല്ലെങ്കിൽ കുറെ ആൾക്കാർ പുറത്താകണമെന്ന് എന്തോ ഒരു അജണ്ട ഉള്ളതുപോലെ തോന്നുന്നു എന്ന്. സംശയം ഉന്നയിച്ചത് ഒരു BLO ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ വിശദവിവരങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ പിന്നാലെ പോകണ്ടല്ലോ. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പരിചയമുള്ള കുറെ BLOമാരെ ഞാൻ കോൺടാക്ട് ചെയ്തു. അത്തരത്തിൽ BLOമാരെല്ലാവരും പറഞ്ഞത് ഓരോ ബൂത്തിൽ നിന്ന് തങ്ങളുടെയൊക്കെ ബൂത്തിൽ നിന്ന് 20 മുതൽ 40 വരെ എണ്ണം ആ വ്യക്തികൾ നിലവിലുള്ളവർ അവർക്ക് വോട്ട് നഷ്ടപ്പെടും, ഉറപ്പായും നഷ്ടപ്പെടുമെന്നാണ്. കാരണം അവിടെ ഒരു രേഖകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഫോം 6 കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോഴത്തെ കൊടുത്തു കഴിഞ്ഞാലും ഈ സമയബന്ധിതമായി ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ഒരു മാസത്തിനുള്ളിൽ, അതായത് ഈ SIR പൂർത്തിയാക്കുന്ന ഒരു കാലപരിധി നിർണയിച്ചിട്ടുണ്ടല്ലോ, അതിനുള്ളിൽ ഇതൊന്നും പൂർത്തിയാക്കിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ വോട്ടർ ലിസ്റ്റിന് പുറത്തു പോകും എന്നാണ് പറയുന്നത്. അത് മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ മറ്റൊന്നുമല്ല. ഏതായാലും അവർക്ക് വോട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പായി. അതായത് ഒരു 20 മുതൽ 40 വരെ വോട്ടുകൾ ഉണ്ടാവില്ല. കാരണം BLO റിസ്ക് എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ BLOന്റെ പണി തെറിക്കും, അയാളുടെ എന്താ പറയുക പെൻഷൻ നിഷേധിക്കപ്പെടും. അത്തരത്തിലുള്ള ഊരാക്കുടുക്കളുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയാം. അത്തരത്തിൽ BLOമാരുടെ ഗ്രൂപ്പുകളിൽ ചർച്ചകളുണ്ട്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആപ്ലിക്കേഷൻ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ്. BLOമാരുടെ ഗ്രൂപ്പിൽ അവർ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയാണ്. ഈ കഴിഞ്ഞ 23-ാം തീയതി കഴിഞ്ഞിട്ട് 3 ദിവസം കൊണ്ടാണത് എല്ലാം അപ്ലോഡ് ചെയ്ത് തീർക്കണമെന്ന് പറയുന്നത്. അങ്ങനെ മൊബൈലിലൂടെ അത് സമയബന്ധിതമായി തീർക്കാൻ, ആപ്ലിക്കേഷനിലൂടെ ചെയ്ത് തീർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ കുറച്ച് നേരത്തെ, അതായത് ചെയ്ത് തീർക്കുന്ന വർക്കുകൾ, കൃത്യമായി കിട്ടുന്ന ഫോമുകൾ അപ്പൊക്കപ്പോ അന്നന്ന് കയറ്റാനുള്ള പരിപാടി നോക്കുകയാണ്. കാരണം ഭാരം കുറയുമല്ലോ. മാത്രമല്ല അവസാനത്തെ ആ ഒരു മണിക്കൂറുകളിൽ ഈ ആപ്ലിക്കേഷൻ ജാമായി എരപ്പാകണ്ടെന്ന് കരുതിയിട്ടാണ്. നമുക്കറിയാം ഈ റെയിൽവേ തൽക്കാലം എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി. നമ്മൾ കറക്റ്റ് കയറി കഴിഞ്ഞാലും പണമടച്ച് തിരിച്ചു വരുമ്പോഴേക്ക്, കറങ്ങി തിരിഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അത് അതിന്റെ വഴി പോയിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. എന്നതുപോലെ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ സൈറ്റുകളും ആപ്ലിക്കേഷനും ഒക്കെ വർക്ക് ചെയ്യുന്ന സെർവറുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ലോക്കൽ ഉഡായ്പ് സെർവർ ആയിരിക്കും. വലിയ ബലൂൺ സെർവർ ഒന്നും ഇടാറില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഈ ആൾക്കാർ കയറുന്നതനുസരിച്ച് ഒന്ന് വികസിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത്തരത്തിലുള്ള ഒരു സെർവർ അല്ല, അല്ലെങ്കിൽ സെർവറുകളല്ല അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ആൾക്കാർക്ക് യഥാസമയം ഇത് 3 ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് 1, 2, 3 മാത്രം ചെയ്യേണ്ട സമയത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് ഈ ആപ്ലിക്കേഷനിൽ ഈ വോട്ടർമാരുടെ വിവരങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന BLOമാർ ഇപ്പോൾ തന്നെ സംസാരിച്ചു തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പായി അവർ പറയുന്നു, എത്ര സമയബന്ധിതമായി ചെയ്താലും ഈ ഒരു കാലഗണനയ്ക്കുള്ളിൽ വോട്ട് ചേർക്കാൻ നടന്നു കഴിഞ്ഞാൽ 20 മുതൽ 40 വരെ ഉറപ്പായിട്ടും എല്ലാ ബൂത്തുകളിലും വ്യക്തികൾക്ക് വോട്ട് നഷ്ടപ്പെടും. അത് 100 കടക്കും ചിലയിടത്തൊക്കെ. എന്നാലും 100 വരെ എത്താം എന്നാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് ബൂത്ത് ക്രമീകരണം ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടിയിട്ടുണ്ട്. 33,746 ബൂത്തുകളായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോ അതില് പഞ്ചായത്തുകളിൽ 28,127, മുനിസിപ്പാലിറ്റികളിൽ 3,604, കോർപ്പറേഷനുകളിൽ 2,015 ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള മൊത്തത്തിലുള്ള 33,746 ബൂത്തുകളിൽ ആകെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരുടെ വോട്ട് കേരളത്തിൽ നഷ്ടപ്പെടും. ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷത്തിന് മുകളിൽ. അത് ഒരു ശരാശരിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം മുതൽ 33 ലക്ഷം വരെ. അതാണ് ഇപ്പോ നമുക്ക് നോക്കുമ്പോൾ ഇതുവരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ കിട്ടുന്നത്. അതായത് 10 ലക്ഷത്തിനും 33 ലക്ഷത്തിനും ഇടയിൽ വോട്ടർമാർക്ക് വോട്ട് നഷ്ടപ്പെടും. നിലവിലെ വോട്ടർമാർക്ക് കേരളത്തിൽ വോട്ട് നഷ്ടപ്പെടും എന്നാണ് ഈ BLOമാരുടെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഈ SIR നിരുപദ്രവകാരിയാണെങ്കിലും അത് രാജ്യത്തിന് ആവശ്യമാണെങ്കിലും അത് നടപ്പിലാക്കുന്ന ഇന്നത്തെ ഈ ഒരു കാലഗണനയും ഈ രീതിയും അത് ആശങ്കയുണ്ടാക്കുന്നത്, വലിയൊരു ഭാഗം ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് അതിൽ ചോദിക്കുന്ന ചില കാര്യങ്ങൾ പൗരത്വത്തെ ബാധിക്കുമോ എന്ന് പോലും സംശയിക്കത്തക്ക വിധത്തിൽ ഉള്ള ബന്ധങ്ങളും മറ്റും ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരികയാണ്. ഇപ്പോ ഒരു വയനാട്ടിൽ നമുക്ക് കാര്യങ്ങളൊന്ന് ആലോചിച്ചു. വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വന്നു. അവിടെ കുടുംബം ഒന്നടങ്കം പോയി. അവരുടെ രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളില്ല, അതിന്റെ മുത്തശ്ശന്മാരിൽ ആരുമില്ല, അവരുടെ രേഖകളുമില്ല. ആ പെൺകുട്ടി എന്തു ചെയ്യും? അതിന്റെ ആധാറും അതിന്റെ പാൻ കാർഡും അല്ലെങ്കിൽ അതിന്റെ മറ്റ് സ്കൂൾ രേഖകളൊക്കെ ഉണ്ടാവും. അത് മാത്രം വെച്ചിട്ട് അവർക്ക് കയറാൻ പറ്റുമോ?
അവർക്ക് അയൽപക്കക്കാരെ അല്ലെങ്കിൽ മറ്റ് അകന്ന ബന്ധുക്കാരെ ഒന്നും അത് ഉൾപ്പെടുത്താൻ കഴിയില്ല. ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾക്കൊന്നും ഒരു പരിഹാരം കാണാൻ കഴിയുന്നില്ല. അതിന് ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവുമോ എന്ന് ഇവരാരും കണ്ടിട്ടില്ല എന്നാണ് കരുതാൻ. അപ്പോൾ ഒരു മുൻകാഴ്ചയും ഇല്ലാതെ എന്തൊക്കെയോ എഴുതി വിട്ടു എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് SIR അവതരിപ്പിച്ച രീതി, ആ അവതരിപ്പിച്ച രീതിയാണ് ഇവിടെ ആശങ്ക ഉണ്ടാക്കുന്നത്, അല്ലാതെ SIR അല്ല. ഇനി SIRനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താണ്? വോട്ടർ പട്ടിക സംശുദ്ധമാക്കുന്ന ഒരു പരിപാടി. കടന്നു കയറിയവർ, അത്തരത്തിലുള്ളവർ ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അർഹരായവർ ഒഴിവാക്കപ്പെടുന്നുണ്ടോ, ഇത് രണ്ടും പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്യണം എന്നാണ്. അതിന് ഏറ്റവും എളുപ്പമായ മാർഗമുണ്ട്. ഇങ്ങനെ ഒരു പരിഷ്കാരത്തിന്റെ ആവശ്യമില്ല. ഇത് അന്ന് SIR 2002 ചെയ്യുന്നത് അന്ന് ഇന്റർനെറ്റ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ഇത്തരത്തിൽ കമ്പ്യൂട്ടർ ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യമൊന്നും ഇല്ല. നമുക്ക് ഡിജിറ്റൽ ഇന്ത്യയാണത്. ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ എല്ലാ രേഖകളും കൃത്യമായി വളരെ വ്യക്തമായി സൂക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ക്രോഡീകരിക്കാൻ കഴിയും എന്നിരിക്കെ പഴയ ജാമ്പവന്റെ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജാമ്പവന്റെ കാലത്തെ തിരിച്ചുപോക്ക് 2002 എന്തിനി ആവർത്തിക്കണം? ഇവിടെ ഏറ്റവും നല്ല മികച്ച ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ രാജ്യത്ത്. ആധാർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഒരു വ്യക്തിയുടെ അവനുള്ള എല്ലാ ചരിത്രവും ഭൂമിശാസ്ത്രവും അതിനകത്തുണ്ട്, ഇല്ലേ? ഒരു വിരൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സകല ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയും. ആളെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ആൾമാരുടെ നടത്താൻ പറ്റില്ല, ആൾമാരെ വോട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ വീട്ടു നമ്പർ, ഇനി അഥവാ ആധാറിൽ അവരുടെ ജനന തീയതി മുഴുവനായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജനന തീയതി മുഴുവനായിട്ടും ഇത് രണ്ടും ചേർത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ 2, 3, 4 മാസം സമയം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കും സമയം കൊടുത്താൽ മതി. അപ്പോൾ ആധാർ എടുത്തിട്ടില്ലെങ്കിൽ ആധാർ എടുക്കാനും ആധാർ എടുത്തവർ അത് സൗകര്യപൂർവ്വം അത് അപ്ഡേറ്റ് ചെയ്യാനും ശ്രമിക്കും. സുഖമായി. ഇപ്പൊ ഒരു ബൂത്തിലാകെ എത്രയുള്ളത്? 1500 പേരാണ് പരമാവധി ഉള്ളത്. ഈ 1500 പേർക്കും ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ എത്ര ടൈം വേണം? കുറഞ്ഞ സമയം മതി. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഇനി അത് വെരിഫൈ ചെയ്യാൻ ഒരു BLO ഏർപ്പെടുത്തി കഴിഞ്ഞാലും അവർക്കൊരു ഈ പറഞ്ഞതുപോലെ 4, 5 ദിവസം സമയം കൊടുത്താലും ഈസിയായി ഈ വീടാന്തരം കയറി ഇറങ്ങി BLOമാർക്ക് ഇവരെ കണ്ടവരെ ആധാർ പരിശോധിച്ച് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ 1 മാസം സമയം അവർക്ക് കൊടുത്താൽ മതി. ഇത് വെരിഫൈ ചെയ്ത് അവർ തന്നെ ഇത് ചെയ്തോളും, ഈ പണി എടുത്തോളും. ഈ വെരിഫിക്കേഷൻ ഇത് ശരിയാണ്, അവർ ഏർപ്പെടുത്തിയിട്ടുള്ള വീട്ടു നമ്പരും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ശരിയാണ്, രേഖകൾ പരിശോധിച്ചാൽ മതി. അവരുടെ കയ്യിൽ രേഖ ഉണ്ടാവുമല്ലോ, അത് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത് കയറ്റിയാൽ മതി. ഒരു പ്രശ്നമില്ല. ശുദ്ധീകരണം ഇനി കള്ളത്തരം കാണിക്കാന്നുണ്ടെങ്കിൽ ഈ ശുദ്ധീകരണത്തിലും നടക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ തിരുവനന്തപുരത്തൊക്കെ കണ്ടു, ഒരു വീട്ടിൽ എത്രയോ ആൾക്കാർ അവരെ അറിയാതെ കയറ്റിയിട്ടേക്കുന്നത് കണ്ടു. അത് എല്ലാ തവണയും ഉണ്ടാകും. അപ്പൊ ശുദ്ധീകരണം എന്ന് പറയുന്നത് ശുദ്ധീകരണം തന്നെ ആയിരിക്കണം. ഇവിടെ നോക്കൂ, ആധാർ ആയിരുന്നു ലിങ്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്. ഒരാൾ വിദേശത്തേക്ക് പോവാണ്, അങ്ങനെ വിദേശത്തേക്ക് പോകുന്നവർ ഇവിടെ കള്ളവോട്ട് ചെയ്യാൻ വരില്ലല്ലോ. അയാളുടെ കള്ളവോട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം അയാളുടെ വിരൽ കൊണ്ടുവച്ചാൽ മാത്രമേ ഇയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ വിദേശത്തേക്ക് കയറുമ്പോൾ ഒന്ന് വിരൽ വെച്ചിട്ടാ പോണേ. അപ്പൊ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ അറിഞ്ഞു കഴിഞ്ഞു ഇയാൾ വിദേശത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വിരൽ വെക്കും. അതോടുകൂടി ഇലക്ഷൻ കമ്മീഷനും സൈറ്റിൽ മനസ്സിലായ അയാൾ ഇന്ത്യയിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അറിയില്ലേ? ഇനി 18 വയസ്സ് കഴിഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ 18 വയസ്സ് കഴിയുമ്പോൾ അയാളുടെ ആധാർ 18 വയസ്സ് കഴിഞ്ഞു എന്ന് മനസ്സിലായിക്കൊണ്ട് അയാളുടെ ഏത് വീട്ടു നമ്പരും അല്ലെങ്കിൽ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം വെച്ചുകൊണ്ട് അപ്പോഴേ നിലവിലെ അഡ്രസ്സിലുള്ള ബൂത്തിൽ അയാൾക്ക് പേര് കൊടുക്കാം. ഇനി താമസം മാറിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും പഞ്ചായത്തിൽ നിന്ന് രേഖ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് വെച്ചുകൊണ്ട് ആധാറിലെ അഡ്രസ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അയാൾ അവിടുത്തെ ആ ബൂത്തിലെ ഒരു വോട്ടറായി മാറും. ഇനി മരണപ്പെട്ടാലോ? മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ അവിടെ ആധാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രേഖപ്പെടുത്തൽ വരുമ്പോൾ അയാൾ വോട്ടർ പട്ടികയിൽ നിന്ന് എന്നേക്കുമായി നീക്കം ചെയ്യുകയും ചെയ്യും. യാതൊരു പ്രതിസന്ധിയില്ല. ഇതിൽ പരം ഒരു ശുദ്ധീകരണത്തിനുള്ള മാർഗം ഏതാണുള്ളത്? അപ്പൊ ഇത്തരത്തിലൊരു ശുദ്ധീകരണ മാർഗം ഉണ്ടായിരിക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഏതാണ്ട് 33 ലക്ഷം പേരെ എങ്കിലും കേരളത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള, എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിനും 33 ലക്ഷത്തിനും ഇടയിൽ ഒരു 20 പേർ, 20-40 എന്നുള്ള ശരാശരിയിൽ ഏറ്റവും കുറഞ്ഞ ശരാശരിയിൽ നിന്നാൽ പോലും 10 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുമ്പോൾ കേവലം 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഖ്യയാണ്. ഇനി ഈ ആശങ്കയുടെ കാര്യം നമുക്കറിയാലോ. ഇതിന്റെ ആശങ്കയുടെ കാര്യം ബന്ധുത്വത്തിന്റെ കാര്യമാണ്. ഈ ബന്ധുത്വം, ജനനരേഖ, നമ്മുടെ കയ്യിൽ ജനരേഖയുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ജനിച്ചു, അതുപോലെ ഒരു സ്കൂളിൽ പഠിച്ചു, ആ രേഖകളെല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ രേഖകൾ ഇവിടെ ഉണ്ട്. പക്ഷെ അവരുടെ ജനനരേഖ തെരഞ്ഞു പോയാൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ അതില്ല. അതാണ് ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 140 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ ഇന്ത്യൻ സർക്കാരിന്റെ കയ്യിലോ അല്ലെങ്കിൽ അതത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലോ അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ പരം നാണക്കേട് എന്താണ്?
അത്തരത്തിൽ രേഖ ഇല്ലാത്തത് കൊണ്ട് അതിനുള്ള ശിക്ഷ, അതായത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ടും തങ്ങളുടെ രാജ്യത്തുള്ള ആ ജനങ്ങൾ അവരുടെ ജന്മരേഖ പോലും, ഇവിടെ താമസിക്കുന്ന രേഖകൾ പോലും ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം മുഴുവൻ ഈ പറയുന്ന ജനം ഏറ്റെടുക്കണോ എന്നാണ് പറയുന്നത്. ആ രേഖകളൊക്കെ ബന്ധപ്പെട്ട വകുപ്പിലൂടെ സർക്കാരിന്റെ രേഖയിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് കുഴപ്പമല്ലേ, സർക്കാരിന്റെ കയ്യിലെ കുഴപ്പമല്ലേ? അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിലും അത് വരില്ലേ? അപ്പോൾ ആ കുഴപ്പങ്ങൾ മുഴുവൻ ഈ പറയുന്ന ജനം, സാധാരണക്കാരെ ജനം തലയിലേറ്റി ടെൻഷൻ അടിച്ച് നടക്കണമെന്നാണോ പറയുന്നത്? അതിനിടയിൽ കൂടിയാണ് ഇപ്പൊ വരുന്ന ഈ ഒരു പണി. ഈ 2026 ഈ SIR BLOമാർ വളരെ വളരെ ആശങ്കയിലാണ്. BLOമാരെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്കിത് യഥാസമയം പണി പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ്. അതിന്റെ പ്രധാന കാരണം ഇനിയുള്ള അടുത്തൊരു ഘട്ടം, ഈ 23-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ആപ്ലിക്കേഷനിലേക്ക് ഇത് കയറ്റുക എന്നുള്ളതാണ്. നിലവിലെ ഡെസ്ക്ടോപ്പിലേക്ക് കൂടെ കയറ്റാൻ കഴിയില്ല, അത് മൊബൈലിലൂടെ ആപ്ലിക്കേഷനിലൂടെ മാത്രമേ കയറ്റാൻ കഴിയൂ. അങ്ങനെ വരുമ്പോൾ കുത്തിയിരുന്ന് കയറ്റണം, അതിനുള്ള ഡാറ്റ റേഞ്ച് ഇതെല്ലാം വേണം. നേരെ മറിച്ച് ലാപ്ടോപ്പുകളിൽ, കമ്പ്യൂട്ടറുകളിൽ കഴിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റാ സെന്റർ ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് കമ്പ്യൂട്ടറും വെച്ചിട്ട് അവിടെ ഇരുന്ന് അടിച്ചു കയറ്റാമായിരുന്നു. അത്തരത്തിലൊരു സംവിധാനം ഇല്ല. BLOയുടെ മൊബൈലിലൂടെ കുത്തിയിരുന്ന് ഞെക്കി അടിച്ചു കയറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1500 എണ്ണം അവർ അടിച്ചു കയറ്റാൻ എത്ര സമയം അവർക്ക് എടുക്കും? അതുകൊണ്ടാണ് അവർ കുറച്ച് നേരത്തെ നോക്കുന്നത്. കാരണം സമയബന്ധിതമായി തീർക്കണമല്ലോ, ടെൻഷൻ ആവശ്യത്തിലധികം അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഇത്ര തിരക്ക് കുറഞ്ഞ ഈ സമയത്തും ഇത്രത്തോളം ബിസിയാണ് ആപ്പ്. അത് മാത്രമല്ല, ആപ്പ് പണി മുടക്കുന്നു, തുറന്നു വരുന്നില്ല, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത് മാത്രമല്ല, ഓരോ ദിവസവും മെനു മാറി മാറി കളിക്കുകയാണെന്നാണ് പറയുന്നത്. ഇന്ന് കാണുന്ന മെനു അല്ല നാളെ, നാളെ കാണുന്നതല്ല മറ്റന്നാൾ, ഇങ്ങനെ മാറി 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 കളിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് BLOമാരെ കൺഫ്യൂഷൻ ആക്കുന്ന എല്ലാം ആപ്ലിക്കേഷനകത്തുണ്ട്. ഒന്നാമത് അത് പണി മുടക്കുന്നു, അതിന്റെ കൂടെ BLOമാരെ കൺഫ്യൂഷൻ ആക്കി ചെയ്യുന്നു. അതായത് ഇവിടെ മനഃപൂർവ്വം കുറച്ച് വോട്ടർമാർക്ക് വോട്ട് നഷ്ടപ്പെടണം എന്ന് ആരൊക്കെയോ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ SIR ഇങ്ങനെ നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പമാവൂലേ? BLOമാർക്ക് ഇത് അടിച്ചു കയറ്റാൻ ഈ ആപ്ലിക്കേഷൻ സുഗമമായിട്ട് വർക്ക് ചെയ്യണമെന്ന് അറിയാത്ത ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെന്റോ ആണ് ഇവിടെ ഉള്ളത്. അതിനുള്ള സൗകര്യം ആദ്യം ചെയ്യണ്ടേ? അതൊന്നും ചെയ്തിട്ടില്ല. പകരം കുറെ ഇൻഡാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. സമയബന്ധിതമായി ഇതെല്ലാം ചെയ്യണം. എന്നിട്ട് ജനങ്ങളുടെ തലയിലേക്ക് കുറെ ആശങ്കകളും എടുത്തു വെച്ചുകൊണ്ട് അവരുടെ ബന്ധവും സ്വന്തവും കാര്യങ്ങളും എല്ലാ ആപ്ലിക്കേഷനും അപൂർണമാണ്. അവരുടെ കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് പൂരിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇവർ തന്നിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ഫോമുകളൊന്നും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയോ ചില അജണ്ടകളുണ്ട്. ഈ ഫോമുകളിൽ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ ഒത്തു നോക്കുന്നുണ്ടെങ്കിൽ വളരെയധികം വിഭാഗം പുറത്തേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് BLOമാർ പറയുന്നത് അവരുടെ അനുഭവത്തിൽ സാക്ഷ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. Different angles. Don't forget to subscribe and support this channel.